നമസ്തേ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയണത് ഇപ്പോൾ സെക്സ് റാക്കറ്റോ പെൺവാണിഭ സംഘമോ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ വാർത്തകൾ ഉണ്ടല്ലോ. 24-ൽ കണ്ടു. പൊന്നാനിയിൽ നിന്നൊരു സ്ത്രീ, പിന്നെ മുംബൈയിലുള്ളൊരു സിന്ധു, അങ്ങനെയൊക്കെ പണ്ട് 3 സ്ത്രീകളെ പിടിച്ചിരുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെ പ്രതീക്ഷകൾ കൊണ്ട് ഈ മോഡലിംഗ് മേഖലയിലേക്ക് പോയിട്ട് പഠിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് എങ്ങനെയും വിദേശത്തേക്ക് പോവാം എന്നുള്ള ലെവലിൽ ഒന്നുമില്ലാത്ത വീട്ടിലെ കുട്ടികൾ തന്നെയാവും, അല്ലെങ്കിൽ അത്യാവശ്യം തിരക്കില്ലാത്ത മിഡിൽ ഈസ്റ്റ് ആൾക്കാരുടെ കുട്ടികളാവും. ഇവരുടെ അടുത്ത് പണം ഏൽപ്പിച്ച് അവരവർക്കൊരു ജോലിയായാലോ 50,000 വാഗ്ദാനം ഒക്കെ ചെയ്തിട്ടാണല്ലോ. എങ്ങനെയായാലും ഒരു ജോലിയായാലും ഒരു വരുമാനം ആലോചിച്ചിട്ട് ഇവരെ കൂടെ പോകുമ്പോൾ ഈ കള്ളന്മാരുടെ അല്ലെങ്കിൽ ഈ കള്ളത്തികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഇവരെ കൊണ്ടുപോകണത് ഇങ്ങനത്തെ ഒരു അറവുശാലയിലേക്കാണ്. അതാ ഞാൻ മുന്നേ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആരാ ഇവരുടെ ഇതൊക്കെ വാങ്ങാൻ നിൽക്കുന്നത്. എന്തായാലും മാന്യമായിട്ട് നടക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരൊന്നും ഇത് വാങ്ങാൻ നടക്കില്ല. വെറുതെ അല്ല മുസ്ലിം രാജ്യങ്ങളിൽ, അറബി നാട്ടുകളിൽ അറക്കണത് ഇങ്ങനത്തെ കേസിന്. അത് നമ്മളെ നാട്ടിലും വരണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അങ്ങനത്തെ ആളുകളെയൊക്കെ കൊല്ലാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരും ചാടി തുള്ളിയിട്ടൊക്കെ വെളിച്ചപ്പാട്, നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ കണ്ടല്ലോ, വെളിച്ചപ്പാട് തുള്ളണമാതിരി തുള്ളിയിട്ടൊക്കെയാണ് അവരും ശിക്ഷ നടപ്പാക്കുക. അത് കഴിഞ്ഞാൽ അവർക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗുരുവായൂർ പടച്ചവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവുന്നു. ഗുരുവായൂരും പടച്ചോണ്ട് പൊന്നാനിയാണല്ലോ, കടപ്പുറം. അതിയൊക്കെ ഈ പഴയ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് കാര്യമാണെന്ന് വെച്ചെങ്കിലും സംഗതി വളരെ മോശമായിപ്പോയി. ഇടാനും ഉടുക്കാനും ഇല്ലാതെ എപ്പോഴും ആൾക്കാർ നടക്കുന്നുണ്ട്. ഉണ്ണാനും ഉടുക്കാനും അതിലെ കീറിയ ഷെഡിട്ട് നടക്കുന്ന ആൾക്കാരും കൂടി ഉണ്ടാവും. ഇവർക്കിപ്പോൾ എന്തിൻ്റെ കുറവ്? മാന്യമായ വസ്ത്രധാരണം, പണം. പിന്നെ ഇപ്പോൾ തല ഇങ്ങനെ കുലുക്കിയിട്ട് മറ്റാൾ പറയണ മാതിരി വാർത്താമാധ്യമങ്ങൾ ചെയ്യണ മാതിരി, റിപ്പോർട്ടർമാരുടെ മാതിരി, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാതിരി, അതല്ലെങ്കിൽ സിനിമാ നടികരുടെ മാതിരി ഒക്കെ ഇവരെ അഭിനയിക്കും. പോലീസുകാർക്കും കൂടി വളരെ ബുദ്ധിമുട്ടാണ് ഈ വീഡിയോ എന്നൊക്കെ, ഇവരെ റീൽസ് എന്നൊക്കെ ഇവരുടെ അക്കൗണ്ട് എടുത്തിട്ട് കണ്ടുപിടിക്കാനൊക്കെ. നല്ല കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക്, അതിപ്പോൾ ഇവിടുത്തെ നക്ഷത്രം നോക്കിയിട്ടല്ല, തൊപ്പിയുടെ ചിഹ്നം നോക്കിയിട്ടുമല്ല, അത് ചിലപ്പോൾ സാധാ ഒരാൾക്കും ചിലപ്പോൾ കണ്ടെത്താൻ കഴിയും. കഴിവുള്ളവർക്ക് അതിനൊരു ഈശ്വര സാന്നിധ്യം വേണം. പെട്ടെന്ന് മനസ്സിലാവില്ല ഇവരെ. അതാണ് പോലീസ് ഭാഷ പിന്നെ അനാവശ്യമാവും. അതാണ് ഞാൻ കൂടുതലായി പറയാത്തത്. നമ്മളെപ്പോഴും പഴയ ആൾക്കാർ പറയില്ലേ, എല്ലാവരും അമ്മായിയാണെന്ന് വിചാരിക്കരുത് കാണുന്നവരൊക്കെ. അവർക്ക് പരിചയമുള്ള ആൾക്കാർ സംസാരിക്കുക എന്നല്ലാതെ പുറത്തൊന്നും പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയില്ല പെട്ടെന്ന് എല്ലാവർക്കും. ഒരു പച്ച വെള്ളം കൂടിയും കുടിക്കരുത്.